പച്ചക്കറി 30,000 കറവ് പശുവാണ് അത്. ഗ്ലാസ് വെക്കല്ലേ കണ്ണട? അതാ കണ്ണട വിളവെടുക്കുമ്പോഴൊക്കെ അതാ അങ്ങനെ. അല്ല അത് ചിലപ്പോ വെച്ചാൽ നല്ലൊരു സുഖമാണ്. നല്ലൊരു സുഖമാണല്ലേ. ഇപ്പൊ എത്ര വർഷം നിങ്ങൾ കൃഷിയിൽ ഞാൻ കൃഷിയിൽ ഇറങ്ങിയിട്ട് 16 വയസ്സ് തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. 16 വയസ്സ്. പിന്നെ ഒന്ന് നിർത്തി, സൗദി അറേബ്യ കൂടെ ഒന്ന് പോയി, ഗൾഫിലൊക്കെ ഒന്ന് പോയി, പിന്നെയും വന്ന് തുടങ്ങി. പിന്നെ വന്ന് തുടങ്ങി. ഇതിന്റെ സൈഡായിട്ട് ഗുഡ്സുണ്ട്. ഗുഡ്സ് ഓടുണ്ടല്ലേ? ഞങ്ങളൊക്കെ ഗുഡ്സിന്റെ ഡ്രൈവർമാരാണ്. അപ്പൊ അതിന്റെ അടിയിൽ കൂടെ അപ്പൊ എല്ലാ സൗകര്യമായി സാധനം കൊണ്ടുപോകാനും പിടിച്ചാനൊക്കെ അല്ലേ? വേറൊരു വാടക പുറത്തേക്ക് ഒന്നും പോകണില്ലല്ലോ. പിന്നെ ഇപ്പൊ ഇതില് പണിക്കാരി ഏൽപ്പിച്ചില്ലല്ലോ അല്ലേ? പണിക്കാര് ഞങ്ങളെടുത്ത് കൂടാതെ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അല്ലേ? അർജന്റ് ഉണ്ടെങ്കിൽ മാത്രല്ലേ? അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ എടുക്കും. ഇതിപ്പോ പണിക്കൂലി കൊടുത്തു കഴിഞ്ഞാലേ എത്തുണ്ടാവില്ല. നമ്മളെന്നെ ആവുമ്പോ പിന്നെ കിട്ടുന്ന ലാഭം പറഞ്ഞാണ്ട് നമ്മള് ചെലവാക്കിയാ കൂട്ടരുത്. നമ്മക്ക് വെക്കുമ്പോ എന്താ കിട്ടണ അപ്പൊ ലാഭം പറഞ്ഞ് സന്തോഷിക്കാത്ത. കൃഷി എന്ന് പറഞ്ഞാലേ അതൊരു സമൃദ്ധി ഇല്ല. അത് നല്ലൊരു സുഖം ഇതല്ലേ? അതാണ് മെയിൻ. പൈസ ഞാൻ ഇപ്പൊ നിങ്ങൾ കാണുമ്പോ തന്നെ എന്തൊരു സമാധാനം എനിക്ക്. അതാണ് ഇങ്ങനെ കയറി ഇങ്ങനെ പോണേ. അതിങ്ങനെ നമ്മളെന്നെ നമ്മൾ ഉണ്ടാക്കിയാണ്ട് ആ വിളവ് കാണുമ്പോ അതിന് വേറൊരു സുഖം. കൃഷിപ്പണി എന്ന് പറഞ്ഞാൽ കൃഷിയിൽ കിട്ടുന്ന പൈസക്ക് കളിങ്കില്ലാത്ത പൈസയാണ്. മണ്ണിന്ന് ഉണ്ടാണ് പൈസ. നിങ്ങളെ ഇതിൽ പറഞ്ഞ മാതിരി ഹലാലായ കായാണ് പോയിന്റ്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനത്തെ ഒരു പോയിന്റ് കേട്ടോ. ഹലാലായ കായാണ് ഭൂമി. അതാണ് കറക്റ്റ്. പക്ഷെ വേറെ നമ്മളിപ്പോ ഈ പണിയെടുക്കുക അതൊക്കെ അങ്ങനെ അത്ര ഇതില്ല. പക്ഷെ ഇതൊരു ഹലാലായൊരു മുതലാണ് അല്ലേ? മുടക്കിയിട്ട് അവര് തരാണ്. അതാണ് തരാണ്. മനുഷ്യൻ തരുന്നല്ലോ. ശരി പോയിന്റ് മണ്ണ് അതാണ്. അപ്പൊ ഇത് അതൊരു രസം വേറെ തന്നെയാണ്. ഹലാലായൊരു പൈസ ഒറിജിനൽ നല്ല ഹലാല് അല്ലേ? അതൊരു പോയിന്റ് അടങ്ങൾ പറഞ്ഞ്. അപ്പൊ ആവശ്യമില്ല മാത്രം അങ്ങനെ പറിക്കൂലേ? അങ്ങനെ ഓർഡർ ഇങ്ങനെ കൊടുക്കും. അത്രേ ഉള്ളൂ. ഓണത്തിനൊക്കെ വിളവുണ്ടായില്ലേ അല്ലേ? ഓണത്തിന് 150 മാർക്കറ്റ് ഉണ്ടായിരുന്നു. വില ഉണ്ടായില്ല ഇപ്രാവശ്യം. അല്ല ഇപ്രാവശ്യം വലിയ വിലക്കൊന്നും അല്ലേ? പച്ചക്കറിക്ക് പൊതുവെ കുറവൊന്നും വന്നിട്ടില്ല അല്ലേ? ഇപ്പോഴാണ് പയറിന് 20 ഇപ്പൊ കുറച്ച് ഇതായി പറഞ്ഞ ഈ എല്ലായിടത്തും പയർ ആയോണ്ടാ സംശയം അല്ലേ ഈ സമയത്തില്ലേ? അങ്ങനെ ഒരു കുറവുണ്ട്. പിന്നെ ഇപ്പൊ നമ്മളവിടെ എന്താ പറയാ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനം മാത്രമേ ഉള്ളൂ. തമിഴ്നാട്ടിൽ സാധനം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇതുപോലെ എല്ലാവരും കൃഷിക്ക് ഇറങ്ങുകയാണെങ്കിൽ തമിഴ്നാട്ടിലത്തെ പച്ചക്കറി തന്നെ വേണ്ടല്ലോ അല്ലേ? നിങ്ങളിപ്പോ 2 പേര് തുടങ്ങിയിട്ട് ഇത്ര ഇതേപോലെ ഏകദേശം കുറച്ച് ആൾക്കാരൊക്കെ തുടങ്ങിയല്ലേ ഓരോ പഞ്ചായത്തിലൊക്കെ തുടങ്ങുകയാണെങ്കിലൊക്കെ അല്ലേ? മാത്രമേ പറ്റൂ. അതിപ്പോ ഒരു പൊയ്ക്കുത്തുണ്ടെങ്കിലും അവര് പറയും നല്ലെടുക്കും. പക്ഷെ അത്രയും വിഷത്തിൽ മുക്കിയതേ കാരണം. പക്ഷെ ജനങ്ങൾക്ക് അങ്ങനെ വേണ്ടിയത്. പിന്നെ ഇത് എന്താ പറയാ, നമ്മള് കൊണ്ടുകൊടുത്തത് ഇന്ന് കൊണ്ടുകൊടുത്താൽ നാളെയും കൂടി വെക്കാൻ പറ്റുള്ളൂ, മറ്റന്നാൾ വെക്കാൻ പറ്റില്ല. അത് പക്ഷെ തമിഴ്നാട്ടിലത്തെ പയർ അങ്ങനെയല്ല. തമിഴ്നാട്ടിൽ പറഞ്ഞാൽ അവര് പറിച്ചതിന് ശേഷം കെമിക്കലിൽ മുക്കിയിട്ടല്ലേ വരുന്നത്. അങ്ങനെയല്ല, അതിൽ മുക്കിക്കൊണ്ടിയല്ലേ? അതാണ് പയർ എപ്പോഴും ആ പച്ചപ്പറവല്ലേ. ഇതിപ്പോ നാളെ 4-5 ദിവസം നിൽക്കും കടയിൽ കൊണ്ടുപോയി. കടക്കാർക്കും ആവശ്യം അതാണ്. അത് തന്നെ കൈ കടക്കാർക്കും ആ പയറിന്റെ അതാണ് പയർ ആവശ്യം വേണ്ടി. പക്ഷെ അത് തിന്നണോ ചിന്തിക്കണില്ല, വാങ്ങി തിന്നണോ ചിന്തിക്കണല്ലോ. ഓർക്ക് പത്ത പോലെ ബിസിനസ് നടന്നാൽ മതി. കടക്കാർക്ക് പത്ത കുറെ ദിവസം കടന്നാ അതെ. ഇതിപ്പോ 4 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ വലിച്ചേണ്ടി വരും. അങ്ങനെ ഉണ്ടല്ലേ? ഈ തിന്നണ ആൾക്കാർ ചിന്തിക്കൂല. അതാണ് മെയിൻ പ്രശ്നം. തിന്നണ ആൾക്കാർ ശ്രദ്ധിക്കൂല. അതുകൊണ്ടല്ലേ കേരളത്തിൽ അസുഖം കൂടുന്നു. ക്യാൻസറും തമിഴ്നാട്ടിലും ഇവിടെ ഒന്നും അങ്ങനത്തെ വല്ല അസുഖങ്ങളില്ലല്ലോ. അവിടെ ഈ കെമിക്കൽ കൂട്ടിയത് വിൽക്കാൻ പാടില്ല. അവിടെ നിയമം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അതില്ലല്ലോ. ഇവിടെ തോണിമാർക്കല്ലേ. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ.